നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. മലയാളികളോട് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം കുഞ്ചൻ നമ്പ്യാരുടെ ഒരു 2 വരികളെങ്കിലും അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. അപ്പോൾ മഹാകവി കുഞ്ചൻ നമ്പ്യാർ, വേളൂർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹാസ സാഹിത്യകാരനായിരുന്നു കേട്ടോ. ഒരുപാട് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കഥകൾ എഴുതിയ വേളൂർ കൃഷ്ണൻകുട്ടി. പിന്നെ അതിനുശേഷമാണ് സമാനതകളില്ലാത്ത എന്ന് പറഞ്ഞാൽ ഹാസ്യത്തിന്റെ ഉദാത്തമായ ഹാസ്യത്തിലൂടെ നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച, ആലോചിച്ച് വീണ്ടും നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച, പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ വേറിട്ട വ്യത്യസ്തമായ രീതിയിൽ ഹാസ്യം കൈകാര്യം ചെയ്ത VKN. ഞാനിന്ന് രാവിലെ VKNനെ കുറിച്ച്, വേളൂർ കൃഷ്ണൻകുട്ടിയെ കുറിച്ച്, കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചൊക്കെ ആലോചിച്ചു പോയത്, ഇവരൊക്കെ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ. ഒരുപാട് ഹാസ്യ സാഹിത്യകാരന്മാർ ഒക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു 3 പേരുകളാണ്. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ച കുഞ്ചൻ നമ്പ്യാരും വേളൂർ കൃഷ്ണൻകുട്ടിയും VKNും ഒക്കെ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ ഈ 3 പേരെയും പിടിച്ച് ജയിലിലടക്കിയായിരുന്നു. കിട്ടാവുന്ന എല്ലാവിധ കേസുകളും ചുമത്തിയിട്ട് പെണ്ണുകേസ് ഉൾപ്പെടെ എന്താ പറയാ, ഇവർക്കെതിരെ ചുമത്തിയിട്ട് ഈ 3 പേരെയും ജയിലിൽ അടയ്ക്കൂ എന്നുള്ളത് 100 അല്ല 101% ഉറപ്പാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം, നമ്മുടെ സലീം കുമാർ മലയാള സിനിമയിൽ സലീം കുമാറിന്റെ എൻട്രി കാണുമ്പോൾ തന്നെ നമ്മൾ ചിരിച്ചു തുടങ്ങും അല്ലേ. സലീം കുമാറിന്റെ ആ ശരീര ഭാഷയും സലീം കുമാറിന്റെ ചിരിയും, കലാഭവൻ മണിക്കൊക്കെ ശേഷം ഒരു ചിരിയിലൂടെ നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച ആളാണ് സലീം കുമാർ കേട്ടോ. അങ്ങനെ സലീം കുമാർ, അദ്ദേഹം നിർഭാഗ്യവശാൽ അദ്ദേഹം രാഷ്ട്രീയക്കാരനായി പോയി. അപ്പൊ നമ്മുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞാൽ സിനിമയിൽ ചിരിപ്പിച്ചാൽ മതി, പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണ്ട എന്നാണ് നമ്മുടെ ചില രാഷ്ട്രീയ വിശാരദന്മാർ, ഡോക്ടർ തോമസ് ഐസക്കിനൊക്കെ പോലുള്ള എന്താ പറയാ, ഈ കിഫ്ബി എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്ന് കേരളത്തെ മുച്ചൂട് നശിപ്പിച്ച ഡോക്ടർ തോമസ് ഐസക്. അപ്പൊ ഐസക്കിനെ പോലുള്ള ആൾക്കാരൊക്കെ പറയാം അതൊക്കെ കോമാളികളാണെന്ന് പറയാം. രമേഷ് പിഷാരടിയെ ഇദ്ദേഹം വിശേഷിപ്പിച്ചതെന്താണ്? കോമാളി എന്നാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ, സലീം കുമാർ കോൺഗ്രസിന് വേണ്ടിയിട്ട് വിവിധ രാഷ്ട്രീയ യോഗങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ സഖാക്കന്മാരൊക്കെ സംസാരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, സഖാക്കന്മാരുടെ സംസാരം ഒന്നും കേൾക്കാൻ പാടില്ല. പിണറായി വിജയന്റെ സംസാരം കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ശിക്ഷ വേറെയില്ല, അതിനേക്കാൾ വലിയൊരു ശിക്ഷയില്ല. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണെങ്കിൽ ഇടക്കിടക്ക് വളിച്ച തമാശയൊക്കെ പറയുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കും. അപ്പൊ അതാണ് സഖാക്കന്മാരുടെ സ്ഥിതി. പണ്ടൊക്കെ CPMകാർ അല്ലെങ്കിൽ സഖാക്കന്മാരുടെ പ്രസംഗമുണ്ട് എന്നൊക്കെ പറഞ്ഞാല് അങ്ങനെയൊക്കെയാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ കാൽനടയായി ചൂട്ടൊക്കെ കത്തിച്ച് പാതിരാത്രി വരെ, അതായത് എന്നോ രാവിലെ പ്രസംഗമുണ്ടെന്ന് കേട്ടാൽ രാത്രി തന്നെ എന്താ പറയാ, ചൂട്ടൊക്കെ കത്തിച്ച് മൈലുകളോളം നടന്നിട്ടാണ് അത്രേ പഴയ സഖാക്കന്മാരുടെ പ്രസംഗമൊക്കെ കേൾക്കാൻ വേണ്ടി പോവുക. ഇപ്പൊ സഖാക്കന്മാര് ഓരോ തെരുവിലും ഓരോ തെരുവോരത്തേക്കും വരുമ്പോൾ ആൾക്കാരൊക്കെ പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ തള്ള്, അല്ലെങ്കിൽ ഇവന്മാര് പൊളിച്ചു നാറിയ എന്താ പറയാ പ്രഖ്യാപനങ്ങള് ഇതൊക്കെ കേൾക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണെന്നാണ് എല്ലാവരും കരുതുക. അപ്പൊ ഞാൻ സലീം കുമാറിന്റെ കാര്യത്തിലേക്ക് വരാം. സലീം കുമാർ കോൺഗ്രസിന് വേണ്ടി വിവിധ യോഗങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പതാ സലീം കുമാറിനെതിരെ ഇന്നത്തെ ദേശാഭിമാനിയിലെ ബാക്ക് പേജില് 4 കോളത്തിലെ വാർത്തയാണ്. മാനസിക വെല്ലുവിളി നേരിടുന്നവരെ അധിക്ഷേപിച്ചു. എന്താണ് ഇതാകണ്ടില്ലേ? മാനസിക വെല്ലുവിളി നേരിടുന്നവരെ അധിക്ഷേപിച്ചു. സലീം കുമാറിനെതിരെ വീണ്ടും പരാതി. യഥാർത്ഥത്തിൽ സലീം കുമാർ പറഞ്ഞ തമാശ എന്തായിരുന്നു എന്ന് ആദ്യം നമുക്ക് കേൾക്കാം. എന്നിട്ട് സലീം കുമാറിനെതിരെ വിവിധ സംഘടനകളെ കൊണ്ട് സഖാക്കന്മാര് കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ അറിയോ, ആരും CPMനെ കുറിച്ച് ആരും മിണ്ടാൻ പാടില്ല, മുഖ്യമന്ത്രിക്കെതിരെ ആരും മിണ്ടാൻ പാടില്ല. മിണ്ടിയ കേസാണ്. കേസ് നമുക്കൊരു പരിധിവരെ സഹിക്കല്ലേ. മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ 51 വെട്ടായിരുന്നു നേരത്തെ അവരുടെ പരിപാടി. 51 വെട്ട് കൊല്ലും, അങ്ങനെയായിരുന്നല്ലോ. കൈവിരൽ ചൂണ്ടിക്കൊണ്ട് TP ചന്ദ്രശേഖരൻ, പിണറായി വിജയ ഇതൊന്നും ശരിയല്ല, ഇതല്ല കമ്മ്യൂണിസം, ഇതല്ല മാർക്സിസം എന്ന് പിണറായി വിജയന്റെ മുഖത്തിന് നേരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ടോ
ടി.പി. ചന്ദ്രശേഖരൻ എന്ന ധീര വിപ്ലവകാരി പറഞ്ഞിരുന്നു. എന്താ സംഭവിച്ചത്? അവന്റെ തല പൂക്കുല പോലെ റോഡിൽ എന്താ പറയാ ചിതറിപ്പിക്കും. അവന്റെ തലച്ചോറ് പൂക്കുല പോലെ റോഡിൽ ചിതറിപ്പിക്കും എന്ന് പ്രസംഗിച്ച് നടന്ന നേതാക്കന്മാർ. അത് തന്നെ സംഭവിച്ചു. ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നു. സ്വന്തം അമ്മക്ക് മകന്റെ മുഖത്ത് അന്ത്യചുംബനം നൽകാൻ കഴിയരുത്, ആ വിധം വേണം അവനെ, ആ കുലംകുത്തിയെ 51 വെട്ടുവെട്ടി കൊല്ലാൻ എന്ന് നിർദ്ദേശം നൽകിയവരാണ് CPM-ന്റെ സമുന്നത നേതാക്കൾ. ഞാൻ ആരെയെന്നൊന്നും പറയുന്നില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾക്കറിയാം. മരിച്ചു കഴിഞ്ഞിട്ടും ടി.പി. ചന്ദ്രശേഖരനെ അവൻ കുലംകുത്തി തന്നെ എന്ന് വിളിച്ച നൃശംസനാണ് പിണറായി വിജയൻ, അല്ലേ? അതൊക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞ കൊലപാതകികളെല്ലാം ജയിലിൽ പോയപ്പോ പിന്നെ വെട്ടാൻ ആളില്ല. അപ്പോഴാണ് കേസ്. പെണ്ണുങ്ങളെങ്ങനെ ഇറക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ, കോൺഗ്രസ് യുവ നേതാക്കന്മാർക്കെതിരെ വ്യാജ പരാതിക്കാരികൾ. പക്ഷെ ഏതായാലും സലീം കുമാറിനെതിരെ വ്യാജ പരാതിക്കാരികളെ കൊണ്ടുവന്നിട്ടില്ല. സലീം കുമാറിനെ 51 വെട്ടുവെട്ടി കൊന്നിട്ടില്ല. അത്രക്കും സമാധാനം, അത്രക്കും ആശ്വാസം. ഏതായാലും കേസാണ് എടുത്തിരിക്കുന്നത്. ഇനി സലീം കുമാർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതായത് മുഖ്യമന്ത്രി തള്ള് എന്ന് പറഞ്ഞാലേ നമ്മൾ കേട്ടാൽ നമ്മളിങ്ങനെ എന്താ പറയാ ദിവസങ്ങളോളം ചിരിച്ചു പോകും. അമ്മാതിരി തള്ളാണ് ഈ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു തള്ളായിരുന്നു ഇയാൾ 10 വർഷം കേരളം ഭരിച്ചപ്പോഴത്തേക്ക്. പിണറായി വിജയൻ 10 വർഷം കേരളം ഭരിച്ചപ്പോഴത്തേക്ക് കേരളം അമേരിക്കയേക്കാൾ, നമ്മൾ സാധാരണ ആരോഗ്യരംഗം അമേരിക്കയേക്കാൾ മുന്നിലാണ് എന്ന് പറയുമ്പോൾ മൂലക്കുരു വന്നാൽ മൂപ്പര് പായല്ല പറക്കുക. മൂലക്കുരു വന്നാൽ മൂപ്പര് പറക്കുക അമേരിക്കയിലേക്കാണ്, അല്ലേ? അതൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചതുകൊണ്ട് ചില എന്താ പറയാ തോന്നിയാസങ്ങളൊക്കെ ഇങ്ങനെ ശീലിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചും തോന്നൂല. അപ്പൊ ഇയാള് പിണറായി വിജയൻ നമ്മളോട്, അല്ലെങ്കിൽ ഈ കേരളീയ പൊതുസമൂഹത്തോട് പറഞ്ഞത് 10 വർഷം കൊണ്ട് കേരളമാകെ മാറി. ഏതുപോലെ മാറി? അമേരിക്കയെ പോലെയല്ല കേട്ടോ, അമേരിക്കയേക്കാൾ മാറി. ഇവിടുത്തെ റോഡുകള് ഇവിടുത്തെ റോഡുകൾ കണ്ട് നമ്മളെ അത്ഭുതപ്പെടും. ഇത് അമേരിക്കയാണോ? ഇവിടുത്തെ ബിൽഡിങ്ങുകള്, ഇവിടുത്തെ മറ്റ് സുഖ സൗകര്യങ്ങൾ ഒക്കെ കണ്ടാൽ ലോകത്തിലെ ഏറ്റവും വലിയ, അല്ലെ, സുഖ സൗകര്യങ്ങളുള്ള അമേരിക്കയ്ക്കപ്പുറമാണ് അത്ര കേരളം. തള്ളുകയാണ് ഇയാൾ. അപ്പൊ ഇയാൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയിൽ നിന്ന് വന്ന കുട്ടി ഒരു കാറില് അച്ഛന്റെ കൂടെ ഇങ്ങനെ കേരളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ ആ കുട്ടി ചോദിക്കുകയാണത്രേ, അച്ഛാ നമ്മൾ വീണ്ടും അമേരിക്കയിൽ തന്നെ എത്തിയോ അച്ഛാ? ആ കുട്ടിക്ക് അത്ഭുതം. കുട്ടി കേരളത്തിലേക്ക് വന്നത്, പക്ഷെ കുട്ടി നോക്കിയപ്പോ അമേരിക്കയെ പോലെ തന്നെ കിടക്കുന്നത്. അച്ഛാ ഇതെന്തത്, അമേരിക്കയിൽ തന്നെയാണോ നമ്മള് എന്ന് കുട്ടി ചോദിച്ചത്രേ. അതൊരു തള്ള്. രണ്ടാമത്തെ തള്ള് എന്താ അറിയോ? അതായത് കേരളത്തില് ഒരു വ്യവസായവും ആർക്കും തുടങ്ങാൻ പറ്റില്ല. ആരൊക്കെ വ്യവസായം തുടങ്ങിയോ അവരെയൊക്കെ സഖാക്കന്മാര് കൊടി കുത്തി ഓടിപ്പിച്ചിട്ടേ ഉള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. നോക്കുകൂലി മുതല്, അതായത് എങ്ങനെ പൂട്ടിക്കും, ഞങ്ങൾ പൂട്ടിക്കും എന്നാ പറയാം, അല്ലേ? എത്ര കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്? ആരെങ്കിലും ഒരാൾ കിടപ്പാടം പണയപ്പെടുത്തി, ഭാര്യയുടെ കെട്ടുതാലി പണയപ്പെടുത്തി അല്ലെങ്കിൽ വിറ്റ് ഇയാളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ, ഒരു വ്യവസായം തുടങ്ങുകയാണെങ്കിൽ ആദ്യം അതിന്റെ മുറ്റത്ത് കൊണ്ടുപോയി സഖാക്കൾ കൊടികുത്തും. ഞങ്ങൾക്ക് പൈസ വേണം, ഞങ്ങൾ പണി നിർക്കൂല. അതാണ് ഇവര് പറയാം. ഞങ്ങൾ പണിയെടുക്കൂല, പൈസ തരണം, അല്ലെങ്കിൽ ഞങ്ങൾ പൂട്ടിക്കും. അപ്പൊ ഈ പൂട്ടിക്കൽ പരിപാടിയാണ് ഇവര്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു എന്താ പറയാ വ്യവസായികളും അത്യാവശ്യം ബോധവും വിവരമുള്ള ഒരു വ്യവസായിയും ഇവിടെ വ്യവസായം തുടങ്ങിയത് നമുക്കറിയില്ലോ. ആന്തൂരിലെ സാജൻ എപ്പോഴും നമ്മുടെ മനസ്സിന്റെ വിങ്ങലാണ് കേട്ടോ. ആന്തൂരിലെ സാജൻ ഒരു ജീവിതകാലം മുഴുവൻ പ്രവാസിയായി അവിടെ നിന്ന് സമ്പാദിച്ചു കൊണ്ടുവന്ന പൈസ കൊണ്ട് ഇവിടെ ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങി. ആന്തൂർ സാജൻ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ് അന്ന് നഗരസഭയുടെ അധ്യക്ഷ ശ്യാമള. ആ ശ്യാമളപ്പം മത്സരിക്കുകയാണ്. തളിപ്പറമ്പിൽ മത്സരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ശ്യാമള ഇതിന്റെ അധ്യക്ഷ അവിടെ കിടക്കട്ടെ. ഈ മനുഷ്യൻ കോടികൾ സമ്പാദിച്ചു കൊണ്ടുവന്ന അയാൾ അത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാണ് കേരളത്തിൽ. അയാൾക്ക് അങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി. അയാൾ ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ടാക്കി, പാർത്താസ് കൺവെൻഷൻ സെന്റർ. ഇതിന് അനുമതി കൊടുക്കൂല, ഇത് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കൂല ശ്യാമള പറയുന്നത്, ഞാൻ ഇവിടെ ഈ കസേരയിൽ ഇരിക്കുന്ന കാലം തനിക്ക് തരില്ല. താനൊക്കെ കുത്തക വ്യവസായിയാടോ, താനൊക്കെ നരകിച്ച് മരിക്കണം, തരില്ല എന്ന് പറഞ്ഞാൽ
ആ കൺവെൻഷൻ സെന്റർ ഈ മനുഷ്യൻ ഏതൊക്കെ രീതിയിൽ ഇവർ പറഞ്ഞതിനനുസരിച്ചൊക്കെ ക്രമപ്പെടുത്തിയിട്ടും അതിന്റെ ക്രമ നമ്പർ കൊടുത്തില്ല, അതിന് അനുവാദം കൊടുത്തില്ല, പ്രവർത്തന അനുമതി കൊടുത്തില്ല ഈ പറയുന്ന ശ്യാമള. അവസാനം ആ മനുഷ്യൻ കാരണം പൈസ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തു പോയി, അതിന് പുറമെ കടവും വാങ്ങി. ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച പൈസയും ഒരുപാട് കടവും ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തത് ഇതിങ്ങനെ കിടക്കുകയാണ്, പലിശ പെരുകുന്നു, ജീവിക്കാൻ മാർഗമില്ല. ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. സാജൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോ സഖാക്കന്മാര് പറഞ്ഞെന്താണെന്നറിയോ? അയാൾ ആത്മഹത്യ ചെയ്തത് കൊണ്ടൊന്നല്ല, അയാൾ ആത്മഹത്യ ചെയ്തത് അയാളുടെ ഭാര്യയുടെ സ്വഭാവം ദൂഷിക്കൊണ്ടാണ്. പറഞ്ഞത് മാത്രമല്ല, ഇതേപോലെ ദേശാഭിമാനി പത്രത്തിന്റെ ഒരു ദിവസം ഏറ്റവും മുകളിൽ 8 കോളത്തിൽ സാജന്റെ ഭാര്യയുടെ അവിഹിത കഥകൾ. സാജന്റെ ഭാര്യക്ക് ഡ്രൈവറുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. ആ ഫോണ് പരിശോധിക്കണം. ആ ഫോണിലേക്ക് നിരവധി തവണ ഇവർ തമ്മിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. നട്ടാൽ കുരുക്കാത്ത നുണകൾ ഇവർ പറഞ്ഞു, അല്ലേ? ഒരു സ്ത്രീയെ കുറിച്ച് ഇതുവരെ ക്ഷമാപണം നടത്തിയിട്ടില്ല, ഇതുവരെ ഖേദപ്രകടനം നടത്തിയിട്ടില്ല. ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തി. ആ സ്ത്രീയുടെ മക്കൾ. എത്ര കണ്ണ് ചോരയില്ലാത്ത ക്രൂരത ലോകത്ത് പറയാനും ചെയ്യൂ. ഇതാണ് സ്ഥിതി. നമുക്ക് സാബു എം ജേക്കബിന്റെ കാര്യം നമുക്കറിയാം. സാബു എം ജേക്കബ് എന്ന് പറഞ്ഞ കിറ്റക്സിന്റെ മുതലാളി സാബു എം ജേക്കബ് ഒരുപാട് കാലം പിണറായി വിജയന്റെ എല്ലാവിധ തീരുമാനങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഒരു കാലത്ത് സാബു എം ജേക്കബ് ആയിരുന്നു. ഞാൻ തന്നെ സാബു എം ജേക്കബിനോട് സംസാരിച്ചിട്ടുണ്ട്. സാബു എം ജേക്കബ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നടന്ന പല വികസന പ്രവർത്തനങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയാസ് നൽകിയത് സാബു എം ജേക്കബ് ആയിരുന്നു. അക്കാലത്ത് സാബു എം ജേക്കബും പിണറായി വിജയനും നല്ല ബന്ധത്തിലായിരുന്നു. അപ്പോഴാണ് സാബു എം ജേക്കബ് 2020 തുടങ്ങിയത്. 2020 എന്ന് പറയുന്ന ഒരു സംഘടനക്ക് രൂപം നൽകിയതോടുകൂടി പിണറായി വിജയൻ തെറ്റി. കാരണം അങ്ങനെ രാഷ്ട്രീയ രംഗത്തേക്കൊന്നും കടക്കാൻ സാബു എം ജേക്കബ് ആയിട്ടില്ല. കാരണം ഇവിടെ കേരളം ഭരിക്കാൻ പിണറായി വിജയൻ മതി. പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയന്റെ മരുവനും ഭരിക്കും. അങ്ങനെ പിണറായി വിജയന്റെ മരുവനും പിണറായി വിജയന്റെ മോളും പിണറായി വിജയന്റെ പേരക്കുട്ടികളും ഒക്കെയാണ് ഭരിക്കുക. അങ്ങനെ സാബു എം ജേക്കബ് അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തമ്മിലുള്ള ബന്ധം വഷളാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ സാബു എം ജേക്കബ് ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നൽകുന്ന ഏറ്റവും വലിയ ഒരു വസ്ത്ര നിർമ്മാണശാല ഇവിടെ തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. അവസാനം ഇയാൾ തെലങ്കാനയിലേക്ക് പോയി. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തൊഴിൽശാലയാണ് അവിടെയുള്ളത്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കേണ്ടതായിരുന്നു. ഇയാൾ ഓടിപ്പിച്ചു. എന്താ ഓടിപ്പിച്ചതെന്നറിയോ? ഇയാളുടെ ആഴ്ചക്ക് ഇയാളുടെ കിഴക്കമ്പലത്തിലുള്ള സാബു എം ജേക്കബിന്റെ ഫാക്ടറിയിൽ ഇങ്ങനെ തൊഴിൽ വകുപ്പ്, വ്യവസായ വകുപ്പിന്റെ ആൾക്കാർ പരിശോധന നടത്തും. അവിടെ കൂജിയിൽ വെള്ളം വെച്ചിട്ടില്ല, അവിടെ കാർപ്പറ്റ് ഇട്ടിട്ടില്ല തുടങ്ങിയ ഇല്ലാത്ത കുറ്റങ്ങൾ ഇങ്ങനെ ചുമത്തി അവസാനം സാബു എം ജേക്കബ് പറഞ്ഞു, ഞാൻ ഇനി ഇതിപ്പോ നിലവിലുള്ളത് ഏതായാലും പൂട്ടി പോകുന്നില്ല. കാരണം ഏതായാലും ഈ തൊഴിലാളികളൊന്നും ഞാൻ വഴിയാതരമാക്കുന്നില്ല. പുതിയ പരിപാടി ഇനി ഇവിടെ അല്ല. അദ്ദേഹത്തെ തെലങ്കാനയിലേക്ക്, നമ്മളൊക്കെ കണ്ടതാണ്, തെലങ്കാനയിലേക്ക് അവിടുത്തെ വ്യവസായ മന്ത്രി വന്നിട്ട് അയാൾ വരവേറ്റ് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. സ്പെഷ്യൽ പ്രത്യേക അതിഥ്യത്വം പോലെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, കേരളത്തിലെ വ്യവസായികളെ മുഴുവൻ ഓടിപ്പിച്ചതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാലോ, ഇവിടുത്തെ സഖാക്കളായ എത്ര ബിസിനസ്സുകാർ, എത്ര മുതലാളിമാർ, എത്ര വ്യവസായികൾ, അവരുടെയൊക്കെ വ്യവസായശാലകൾ കേരളത്തിലുള്ളതിന്റെ 10 മടങ്ങ് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോ ഇതാണ് കേരളത്തിലെ അവസ്ഥ. അപ്പോൾ ഈ പിണറായി വിജയന്റെ തള്ളാണ് ഇക്കഴിഞ്ഞ ഏതൊരു ദിവസം പിണറായി വിജയന്റെ തള്ളാണ്. അതായത് 3 ലക്ഷം കോടി. അതായത് പി രാജീവ് എന്ന് പറഞ്ഞാൽ വേറൊരു തള്ളലാശാണ് പി രാജീവ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനും അടഞ്ഞു കിടക്കുകയാണ്, അല്ലെ? കാട് കയറി കിടക്കുകയാണ്. സ്റ്റീൽ കോംപ്ലക്സിന്റെ സ്ഥിതിയൊക്കെ നമുക്കറിയാം, കോഴിക്കോട്ടെ. പി രാജീവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് വ്യവസായികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് ഒന്നും കിട്ടാനില്ലെന്നേ. ഇങ്ങനെ കുത്തൊഴുക്കാണ് ആൾക്കാരുടെ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ. അപ്പോഴാണ് ഒരു വ്യവസായി പിണറായി വിജയനെ കാണാൻ വന്നു. ഇയാൾക്ക് പെട്ടെന്നാണ്ട് വ്യവസായം തുടങ്ങണം. അപ്പം പിണറായി ചോദിച്ചത്രേ, അല്ല ഇത് എത്രയാ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ അയാൾ പറഞ്ഞത്രേ 3 ലക്ഷം കോടി. 3 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണത്രേ. 1 2 അല്ല, 3 ലക്ഷം കോടി രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ ഇങ്ങനെ കാത്തു കെട്ടി കിടക്കാണ്. ഞാനിതാ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ആര്? ഏത്? അപ്പൊ ഈ 2 തള്ളലുണ്ടല്ലോ, അതായത് ഈ അമേരിക്കയിൽ നിന്നെത്തിയ കുട്ടി അച്ഛനോടൊപ്പം കാറ് പോകുമ്പോ, അയ്യോ അച്ഛ, നമ്മൾ അമേരിക്കയിൽ തന്നെ തിരിച്ചെത്തിയോ എന്ന് ചോദിച്ചതും, വ്യവസായി 3 ലക്ഷം കോടിയുമായി ഇങ്ങനെ പിണറായിയെ കാണാമെന്നാണ്, ഇപ്പം വ്യവസായം തുടങ്ങണം.
ഈ 2 തള്ളല് സലീം കുമാർ പൊളിച്ചു കൈ കൊടുത്തു. സലീം കുമാർ പറഞ്ഞു അങ്ങനെ, അതായത് ഈ പിണറായി വിജയൻ സംസാരിച്ചിരുന്നല്ലേ, ഏതൊരു കുട്ടി അമേരിക്കയിൽ നിന്ന് വന്നിട്ടു. അപ്പൊ ഞാൻ ആ കുട്ടിയെ കാണാൻ വേണ്ടി, ഈ കുട്ടി ആരപ്പ സ്വർണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത് അവിടെ കിടക്കട്ടെ. അപ്പൊ ഈ കുട്ടി ആരപ്പ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സലീം കുമാർ ഇങ്ങനെ നാടാകെ ചുറ്റിക്കറങ്ങി അവസാനമാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടി കേരളത്തിലെ ഒരു മാനസിക രോഗ ആശുപത്രിയിൽ ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു കുട്ടിക്ക് കേരളത്തിലെ തകർന്ന റോഡ് കാണുമ്പോഴും കേരളത്തിലെ ഈ പൊട്ടിപ്പൊളിഞ്ഞ ഈ അവസ്ഥ കാണുമ്പോഴും കുട്ടിക്ക് തോന്നുകയാണ് ഇത് അമേരിക്കയാണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മാനസിക രോഗമില്ലേ. കുട്ടിയുടെ മാനസിക നില ആകെ തകരാറിലായതുകൊണ്ട് ഈ കുട്ടിയെ മാനസിക രോഗാശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് ഈ അച്ഛൻ സലീം കുമാറോട് പറഞ്ഞത്രേ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ആളുണ്ടല്ലോ, ഈ 3 ലക്ഷം കോടിയും ചാക്ക് കെട്ടിയിട്ട് വ്യവസായം തുടങ്ങാൻ വേണ്ടി വന്ന ആളെയും മൂപ്പരൊന്ന് അന്വേഷിച്ചു പോയപ്പോൾ ആ കുട്ടി കിടന്ന വാർഡിന്റെ തൊട്ടടുത്ത വാർഡിലുണ്ട് അയാൾ കിടക്കുന്നത്. അയാളെ ഷോക്ക് അടിപ്പിക്കാൻ കൊണ്ടതാണ്. ഇതാണ് സലീം കുമാർ പറഞ്ഞ തമാശ, ലോക തമാശയിൽ ഇത്. കാരണം പിണറായി വിജയന്റെ തള്ള് പൊളിച്ചടുക്കി കൊടുക്കുകയാണ്. പിണറായി വിജയന്റെ PR ടീം പിണറായി വിജയൻ പറഞ്ഞു കൊടുത്ത 2 കഥകളാണ്. അതല്ലാതെ അമേരിക്കയിൽ നിന്ന് വന്ന ഇങ്ങനെ ഒരു കുട്ടിയുമില്ല, 3 ലക്ഷം കോടിക്ക് വ്യവസായം തുടങ്ങാൻ വന്ന വ്യവസായം ഇല്ല. ഇയാളുടെ കള്ളക്കഥ. ഈ കള്ളക്കഥയാണ് സലീം കുമാർ പൊട്ടിച്ചത്. തന്നെക്കാൾ എങ്ങനെയാ അത് പൊട്ടിക്കുക? ഈ പറഞ്ഞ 2 ആൾക്കാരും മാനസിക രോഗാശുപത്രിയിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞത് അതെന്തോ വലിയ അപരാധമായി പോയി. ഇയാളപ്പം തൂക്കിക്കൊല്ലണം എന്ന് പറയുന്നത്. സലീം കുമാറിനെ തൂക്കിക്കൊല്ലണം. സലീം കുമാർ അധിക്ഷേപിച്ചു? മാനസിക രോഗികളെ, മാനസിക വൈകല്യമുള്ളവരെ അധിക്ഷേപിച്ചു ഇയാള്. ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇതാണ് സ്ഥിതി.